Good morning. Good morning, teacher. Good morning. Morning. Good morning, ma'am. Morning. Okay, we will start. Who is going to do prayer? Who is ready? Ma'am, I'm ready. Okay, please. O God, true origin of our knowledge, bless our studies, which we offer to you, enlighten our minds, strengthen our memories, and direct our wills towards what is right. Grant us light to seek truth always, and make us truly wise. Thank you, God. Okay, nice. So, once again, a warm good morning to all. നിങ്ങൾക്ക് ഒരു മെസ്സേജ് അപർണ മിസ് പാസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് തേഴ്സ്ഡേയിലത്തെ പ്രത്യേകത എന്താ? November 14th. Children's Day. Children's Day. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പീച്ച് പോലെയോ ജസ്റ്റ് അതിനെ കുറിച്ച് സംസാരിക്കാൻ. November 14th സ്പെഷ്യാലിറ്റി, whose birthday it is, and what he has given to us, and his attitude and his approach towards children. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ചാച്ചാജി നെഹ്റുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ. സോ അതിനെപ്പറ്റി ഒരു സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് മാം പറഞ്ഞിട്ടുണ്ട്. സോ തേഴ്സ്ഡേ ബി പ്രിപ്പയർ. ഓക്കെ, സോ സെമിനാർ യു ഹാഡ് ഡൺ. ദെൻ ഓക്കെ, നമ്മള് ഈ സെമിനാർ നമ്മളിപ്പോ ക്ലാസ്സിൽ നമ്മളുടെ ക്ലാസ്സിന്റെ ഒരു വൈബ് അനുസരിച്ച് നമ്മൾ പ്രസന്റ് ചെയ്തു അല്ലെ. ഈ സെയിം സ്റ്റോറി, അതൊരു ഇൻസിഡന്റ് നടന്ന കാര്യമാണല്ലേ. നമ്മുടെ ഹെലൻ കെല്ലറെ കുറിച്ചും മാനി സെലവനെ കുറിച്ചുള്ള കാര്യങ്ങള്. ഇത് നമ്മുടെ കുട്ടികളോട് ഏജിനനുസരിച്ച് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തി, മാറ്റങ്ങൾ മീൻസ് കണ്ടന്റ് മാറ്റമല്ല, ആ ടോൺ, വോയിസ് മോഡുലേഷൻ, അങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പോ കൂടുതൽ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ഹെലൻ കെല്ലറും മാനി സെലവനുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങും അവര് തമ്മിൽ ഹെലൻ പലതും ലേൺ ചെയ്ത ആ ഒരു പ്രോസസ്സും ഒക്കെ പല സ്റ്റോറി പോലെ കാണാനായിട്ട് പറ്റും. സോ അത് നമുക്ക് കുട്ടികളെ കൊണ്ട് ഒരു ഇനാക്ട് പ്ലേ, ഒരു റോൾ പ്ലേ പോലെ ചെയ്യിക്കാം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസം റെഡ് ക്രോസിന്റെ ഫൗണ്ടറായ ഹെൻറി ഡുനനെ പറ്റി നിങ്ങളാണോ എനിക്ക് പേര് പറഞ്ഞത്? ഞാൻ പേര് പറഞ്ഞു ഇപ്പൊ ആരോ ഹെൻറി ഡുനന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുറെ ഈ ബാച്ചിലായിരുന്നു അത്. ഓക്കെ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ഭയങ്കര ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ സ്റ്റഡീസിൽ വളരെ പുറകിലേക്കായിരുന്നു അദ്ദേഹം. ലേണിങ്ങിന് പകരം ഏണിങ്ങിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ലൈക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലോ ഗ്രേഡ് വന്നിട്ട് കോളേജിൽ നിന്നും അദ്ദേഹത്തെ ഡിബാർ ചെയ്തു. മീൻസ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. ബട്ട് ബാങ്കിങ് മേഖലയിൽ ഭയങ്കര സ്മാർട്ട്നെസ് ആയിരുന്നു കാണിച്ചത്. കാരണം എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ ഹാൻഡിൽ ചെയ്യാൻ വളരെ മിടുക്കായിരുന്നു. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ റിച്ചായി. ഫാമിലി തന്നെ റിച്ചായിരുന്നു, ചെറിയ പ്രായത്തിൽ തന്നെ വളരെ റിച്ചായി. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. വേൾഡിൽ മുഴുവൻ ട്രാവൽ ചെയ്തു. ഈ സമയത്താണ് അദ്ദേഹം 2 കൺട്രീസ്, ഏത് കൺട്രി ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് തമ്മിലുള്ള ആ ഒരു കൺട്രിയിൽ ചെന്നു. അൾജീരിയ ആണെന്നാണ് എനിക്ക് ഓർമ്മ. അവിടെ ചെന്നപ്പോ ഇങ്ങനെ വാർ നടക്കുന്നു, യുദ്ധം നടക്കുന്നു. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ യുദ്ധത്തില് സോൾജിയേഴ്സ് പലരും മുറിവേറ്റ് വീഴണു. അവർക്ക്
അവർ ഹാൻഡിക്യാപ്ഡ് ആവുന്നു, മരിച്ചു പോകുന്നു. ഒരു സൈഡില് ചിലർ ഹാൻഡിക്യാപ്ഡ് ആവുന്നു, ചിലർ ടൈമിൽ ട്രീറ്റ്മെന്റ് കിട്ടാതെ മരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം. ആ ഒരു ട്രീറ്റ്മെന്റ്, ആ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ഇത് ഹാൻഡിക്യാപ്ഡ് ആയി പോകുന്ന മുറിവേൽക്കുന്നവർക്ക് അവർക്കൊരു ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് നോക്കാന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് തോന്നി. ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ, അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ലേഡീസ് ആണെന്ന്. കാരണം അവർക്ക് ഒരു പേഷ്യൻസ് ഉണ്ട്, കെയർ ഉണ്ട്, എമ്പതി ഉണ്ട്, കൺസേൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ സ്ത്രീകളുടെ സഹായത്തോടു കൂടി, മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെയും സഹായത്തോടു കൂടി അദ്ദേഹം ഈ മുറിവേറ്റ് വൂണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒക്കെ വേണ്ടുന്ന കെയർ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ ആണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി യുദ്ധങ്ങൾ നടക്കും, അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. യുദ്ധങ്ങൾ മാത്രമല്ല, നാച്ചുറൽ കലാമിറ്റീസ് ആണെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ വൂണ്ടഡ് ആയിട്ടുള്ള ആളുകളെ അപ്പൊ കെയർ ചെയ്യാനായിട്ട് ആ ടൈമിൽ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അദ്ദേഹം യുഎനില്, യുണൈറ്റഡ് നേഷൻസിന്റെ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയിൽ അതിനൊരു തീസിസ്, ഒരു പേപ്പർ പ്രസന്റ് ചെയ്തു. അപ്പൊ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു. വേൾഡിന് മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. ഈ സമയത്തെല്ലാം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതെന്ന് വെച്ചാൽ അദ്ദേഹം ബാങ്ക്രപ്റ്റായി, അദ്ദേഹത്തിന് ഭയങ്കര ദരിദ്രനായി മാറി ഈ ഹെൻറി ഡുനന്റ്. അവസാനം താമസിച്ചിരുന്നത് തന്നെ വളരെ മോശമായ ഒരു ശോചനീയ അവസ്ഥയിലാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ബ്രെഡ് പീസസ് ഒക്കെ കിട്ടി അതിങ്ങനെ സൂക്ഷിച്ച് കുറേശ്ശെ അതിനെടുത്ത് കഴിക്കും. പലപ്പോഴും അത് കേടാകും, അങ്ങനെ ഫംഗസ് ആവും. അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് അദ്ദേഹം കഴിച്ച് വെള്ളം കുടിച്ചാണ് ജീവിച്ചത്. ദെൻ അദ്ദേഹത്തിന് ഡ്രസ്സ് പോലും എന്തോ JRCയുടെ സ്ഥാപകനാണോ ഹെൻറി ഡ്യൂനന്റ്? റെഡ് ക്രോസ്, റെഡ് ക്രോസ്, അതെ അതെ അതെ. അങ്ങനെ റെഡ് ക്രോസ് ഫോം ചെയ്തത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമം കൊണ്ടാണ് റെഡ് ക്രോസ് ഫോം ചെയ്തത്. അതിന് സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാ പറയണത്. ശരിയായ രീതിയിലുള്ളത് ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കോട്ട് ഭയങ്കരമായിട്ട് നരച്ചു. എന്നിട്ട് അതില് എവിടെയെങ്കിലും പോവാനായിട്ട് അതില് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടാണ് അദ്ദേഹം ഇട്ടിട്ട് പോവാറ്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ലാസ്റ്റ് മൊമെന്റിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ പീസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടുവാണ്. സോ ഹെൻറി ഡുനന്റ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് കുട്ടികളോട് പറയാം, കുറേ മെസ്സേജുകൾ. അപ്പൊ നമ്മൾ ഏജ് നോക്കിയിട്ട് നമ്മളത് മാറ്റം വരുത്തണം. അവരോട് പറയുമ്പോൾ നമ്മളുടെ വോയിസ് മോഡുലേഷൻ, നമ്മളുടെ ടോൺ, കുട്ടികൾക്ക് അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ, ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ പല പല ആളുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് മുമ്പിൽ ഒരു കഥ പോലെ അവതരിപ്പിക്കാം, പ്രസന്റ് ചെയ്യാം. അത് അവരെ കൊണ്ടൊരു റോൾ പ്ലേ ചെയ്താൽ അവർ കുറച്ചുകൂടെ അതിൽ ഇൻവോൾവ് ആകും. അല്ലാണ്ട് സ്റ്റോറി കേട്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും കുറെ നേരം ഒന്നും അവർ കാണിക്കില്ല. സോ ഡിപ്പെൻസ്, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. സോ ഓക്കെ, ഇപ്പൊ നമ്മള് എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിഞ്ഞു അല്ലെ? ക്വസ്റ്റ്യൻസ് റെഡി ആട്ടോ. ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാ ഇന്ന് തന്നെ ഞാൻ ഷെയർ ചെയ്യാം. ഇത് എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിഞ്ഞു. സോ എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അല്ലെങ്കിൽ ലാസ്റ്റ് പറയാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലോ. സോ റെക്കോർഡ് പറയട്ടെ. ഫസ്റ്റ് കളക്ഷൻ ബുക്ക് മാത്രമല്ലേ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തുള്ളൂ, ബാക്കിയുള്ളത് പറഞ്ഞില്ലല്ലോ. റൈമിൻ്റെതും കൂടെ രണ്ടാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു. സെക്കൻഡ് വൺ കംപ്ലീറ്റ് ചെയ്തോ? പറഞ്ഞു. സോ നമുക്ക് സ്റ്റോറി ആണോ ഇനി പറയാനുള്ളത്? സ്റ്റോറി പറയട്ടെ എന്നാ. സ്റ്റോറി പറഞ്ഞു. യെസ് മാം. മാം സെക്കൻഡ് വണ്ണിന് ഡേറ്റ് വന്നിട്ടുണ്ടോ? ഞാൻ ഡേറ്റ് തരാത്തതിന് കാരണം സെക്കൻഡും തേർഡും ഫോർത്തും നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. അതുകൊണ്ടാണ് അതിന്റെ മൂന്നിന്റെയും ഡീറ്റെയിൽസ് അങ്ങ് ഷെയർ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് സ്റ്റോറിയുടെ ഒരു തീം ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ അവർക്ക് വേഗം സ്റ്റോറിയുടെ റെക്കോർഡിൽ അത് എഴുതി വെക്കാലോ. ചിലർക്ക് ഇനി ഫസ്റ്റത്തത് 15-നല്ലേ? അത് കഴിഞ്ഞിട്ട് മറ്റേത് തുടങ്ങിയാ പോരും. മതി മതി മതി, ഞാൻ തന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരുമ്പോ സമയം ഉണ്ടാവും. ഞാനത് അല്ലെങ്കിൽ ഇത് പിന്നെ അങ്ങ് വിട്ടുപോകും. ഇപ്പം പാരലലി ചെയ്യാൻ നമുക്ക് ബോറടിച്ചൊക്കെ ഇരിക്കുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ തോന്നിയാലോ. കാരണം ഇത് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഞാൻ മറ്റുള്ള ബാച്ചുകളിൽ ചോദിച്ചപ്പോൾ അവർക്ക് ആദ്യം ഒരു ബ്ലോക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് ഓരോന്ന് എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും അടുത്തതിനുള്ള ഐഡിയ എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവാണെന്നാണ് അവർ പറഞ്ഞത്. സോ അങ്ങനെ തന്നെയാണിത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ അറിയാതെ തന്നെ ഡെവലപ്പ് ആവുന്നതാ. ഓക്കെ, സോ അടുത്ത സ്റ്റോറി ആണെന്നാണ് എന്റെ വിശ്വാസം. റൈം മുഴുവൻ പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്?
Okay, fine. Okay. First one, story. Illustrated സ്റ്റോറി ഇല്ലുസ്ട്രേറ്റഡ് റൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇല്ലുസ്ട്രേഷൻ വേണം, അതായത് പിക്ചർ വേണം എന്നാണ്. അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ മോറൽ സ്റ്റോറി. ഞാൻ എന്റെ സ്റ്റോറിയുടെ റെക്കോർഡ് എടുക്കട്ടെ. ഞാൻ എഴുതിയത് എല്ലാം അത്ര ഭയങ്കര ഇതല്ല, എന്നാലും എനിക്കൊരു മോഡൽ പറഞ്ഞു തരാൻ അതേ ഉള്ളൂ. ഞാൻ ആദ്യം ഒരു മോറൽ സ്റ്റോറി എഴുതി. അപ്പൊ നിങ്ങൾ അതിന് നല്ലൊരു ഹെഡിങ് കൊടുക്കണം, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പിക്ചറും വരയ്ക്കണം. മോറൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൂടെ ഒരു മോറൽ കിട്ടണം. പിന്നെ ചിന്തിക്കുക, സ്റ്റോറി എഴുതുമ്പോൾ ഭയങ്കര വൊക്കാബുലറി ഗ്രാമർ ഒന്നും വേണ്ട, സിമ്പിൾ ലാംഗ്വേജ് മതി. കുട്ടികളിലേക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു മെസ്സേജ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറി എഴുതണം. ഓക്കെ മാം ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. ആ ഈ മോറൽ സ്റ്റോറി എഴുതുമ്പോഴേ ഒറ്റ പിക്ചർ ആണോ? ഇപ്പം നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോ അതിന്റെ ഓരോരോ സീൻ വൈസ് പിക്ചേഴ്സ് ഇങ്ങനെ ഓരോ പാരഗ്രാഫിൽ ഒരു സീൻ ആയിരിക്കുമല്ലോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് അങ്ങനെ ഒട്ടിച്ചു പോകണം? അങ്ങനെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. എനിക്കൊരു പേജിൽ നിന്നു സ്റ്റോറി 2 പാരഗ്രാഫ് ഉണ്ടായിരുന്നു, എനിക്കൊരു പിക്ചറേ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി ആയിരുന്നു. നമുക്ക് ഈ കളർ പിക്ചർ അല്ലാത്തത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അങ്ങനെ ഒട്ടിക്കാവും? ഇത് വരച്ചിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്തതാ, മക്കളെ കൊണ്ട് വരപ്പിച്ചതാ. കളർ പിക്ചർ തന്നെ വേണോ, വരക്ക് തന്നെ വേണോ, അങ്ങനെ നിർബന്ധമുണ്ട്? വരയ്ക്ക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാം, പക്ഷെ കളർ ആയിരിക്കണം, ബ്ലാക്ക് വൈറ്റ് കളർഫുൾ ആയിരിക്കണം. ഓക്കെ ഓക്കെ. 2 ക്രയോൺസ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഓയിൽ പേസ്റ്റൽസ് ആയിരിക്കും നല്ലത്. അതിനൊരു സ്ക്രൈപ്പർ പോലെ ഉണ്ടാവുമല്ലോ. എക്സസ് ക്രയോൺ ഇതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുരണ്ടി കളയാം. അപ്പൊ അത് ഫൈൻ ആവും, തൊടുമ്പോഴൊന്നും നമുക്ക് ആ ഒരു റഫ്നെസ് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിന്റെ ബാക്കിൽ സ്മഡ്ജ് ആവുകയില്ല. ഞാനൊരു പെൺകുട്ടിയെ കുറിച്ചുള്ള കഥയാണ് എഴുതിയത്. എന്റെ മോറൽ സ്റ്റോറിയുടെ ഹെഡിങ് കണ്ടോ, ബാക്ക് സൈഡ് ഒട്ടും കളർ കാണുന്നില്ല, സ്മഡ്ജ് ആയിട്ടില്ല. ഞാനിങ്ങനെ ഹെഡിങ് കൊടുത്തു പേജില്, മോറൽ സ്റ്റോറിന്. നെക്സ്റ്റ് പേജിൽ സ്റ്റാർട്ട് ചെയ്തു. പിക്ചർ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചു, റൈറ്റ് സൈഡിൽ എഴുതി. എനിക്ക് 2 പാരഗ്രാഫേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റോറി ഒന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമായിരിക്കും. ഞാൻ കൊടുത്ത ഹെഡിങ് പങ്ക്ച്വാലിറ്റി, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് കുട്ടികളിലേക്ക് മെസ്സേജ് പോകണം. സോ Ria was a smart girl. She was very good in all other activities like dance, music, etc. She was good in studies also, but only thing is that sometimes she was lazy. At times, at times she won't do her homework on time. Sometimes she won't study at the time of study leave. She thought like would do after some time. കുറച്ച് change ചെയ്യാം. കുട്ടികളിൽ അങ്ങനെ ഒരു പ്രവണത നമ്മൾ കാണാറുള്ളതല്ലേ. Her teachers and parents would always telling her to be punctual and do the duties and work on time. But she won't listen anyone. Somehow she got good marks for her academics. പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് കക്ഷി നല്ല മാർക്ക് വാങ്ങും, നല്ല മിടുക്കിയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹെർ പോസ്റ്റ് ഗ്രാജുവേഷൻ she started searching for good job. She forwarded her resume to different reputed firm. Finally, she got a call letter from a well-reputed firm. But as usual, she was late for the interview. She couldn't attend the interview. She lost her chance. She became very sad and desperate. She learned a lesson from that. After that, she always keep time and punctual. അതായിരുന്നു ഞാൻ എഴുതിയ ഒരു സ്റ്റോറി. അത് കുട്ടികളോട് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡ്രമാറ്റിക്കലായിട്ട് പറയാം. അവരെ കൊണ്ട് അത് റോൾ പ്ലേ പോലെ ചെയ്യിക്കാം. കൂടുതൽ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, പാരന്റ്സ്, ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം, അങ്ങനെ പല രീതിയിലും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ആളൊരു സ്മാർട്ട് ആണെന്നുള്ള രീതിയിലുള്ള ഒരു പിക്ചർ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. ഇപ്പം ആരാ പറഞ്ഞ പേര് കണ്ടില്ല, പറഞ്ഞതുപോലെ അപ്പൊ 2 സിറ്റുവേഷൻ ആണ് നടക്കുന്നതെങ്കിൽ 2 സിറ്റുവേഷനും കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചർ ഒട്ടിക്കാം. പിക്ചർ ഒന്ന് ചെറുതാക്കി ഒരു പേജിന്റെ ഹാഫ് പോർഷൻ എടുത്ത് ഒട്ടിച്ചാലും മതി. ഡിപ്പെൻസ്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്റ്റോറി അതിനനുസരിച്ച്. നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. പിന്നെ ഞാനിങ്ങനെ ലിസ്റ്റ് ആയിട്ട് സ്റ്റോറി പേര് എഴുതിയിട്ടുണ്ടല്ലോ, ടൈറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതണം എന്നില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് മോറൽ സ്റ്റോറി കിട്ടിയില്ല, വേറൊരു സ്റ്റോറിയാണ് കിട്ടിയത്.
അപ്പൊ അത് ആദ്യം എഴുതി വെച്ചു, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ റെക്കോർഡ് ബുക്കിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾക്ക് തോന്നുവാണ് അഡീഷണൽ ആയിട്ട് എനിക്കൊരു സ്റ്റോറി എൻ്റെ കയ്യിലുണ്ട്, എനിക്കത് എഴുതി വെക്കണം, യു ക്യാൻ റൈറ്റ്. ഓക്കെ. പിന്നെ എല്ലാം ഓൺ ക്രിയേഷൻ ആണ്, എക്സെപ്റ്റ് 2 or 3, 2, 3 ഒഴിച്ച് ബാക്കി എല്ലാം ഓൺ ക്രിയേഷൻ ആണ്. അപ്പൊ നെക്സ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി, അത് നമുക്ക് ഓൺ ക്രിയേഷൻ പാടായിരിക്കും. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം, നമുക്ക് എവിടെന്നെങ്കിലും എടുക്കാം. ഞാൻ അതിനകത്ത് എഴുതിയിരുന്നത് തെന്നാലിരാമനെ കുറിച്ചുള്ളൊരു കഥയായിരുന്നു. അത് ഒരു അതുപോലെ ഒരു കഥ ഒരു സ്റ്റോറി ബുക്കിൽ നിന്ന് കിട്ടി. അപ്പൊ അതിൽ നിന്ന് തന്നെ പിക്ചേഴ്സ് കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിക്കുകയായിരുന്നു. ഇച്ചിരി വിഷമായിരുന്നു കട്ട് ചെയ്യാനൊക്കെ, കാരണം അത് അത്രയും പോർഷൻ പോവില്ലേ. അങ്ങനെ അങ്ങനെ ഒട്ടിച്ചു. ആ സ്റ്റോറി ഇച്ചിരി വലുതായിരുന്നു. തെന്നാലിരാമന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. കൃഷ്ണദേവരായർന്നുള്ള ചക്രവർത്തിയുടെ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായ എന്നുള്ള ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു തെന്നാലിരാമൻ. എല്ലാരെയും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളായിരുന്നു. റോയൽ ക്ലൗൺ, അവിടുത്തെ എന്താ പറയാ ജോക്കർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ രാജാവിന്റെ ഇതിലുള്ളായിരുന്നു. രാജാവിന്റെയും രാജ്യസഭയിലുള്ളവരെയൊക്കെ രസിപ്പിക്കുക, അതായിരുന്നു തെന്നാലിരാമന്റെ ജോലി. വിദൂഷകൻ. വിദൂഷകൻ, അത് തന്നെ, എനിക്ക് പേര് കിട്ടിയില്ല, താങ്ക് യു. പിന്നെ പക്ഷെ അത് മാത്രമല്ല, അദ്ദേഹം ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഫ്രോഡ് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ആളായിരുന്നു തെന്നാലിരാമൻ. അങ്ങനെ എന്താ പറയാ കൊട്ടാരത്തിലുള്ള മറ്റു പല പ്രൊഫഷനിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു തെന്നാലിരാമന്റെ അടുത്ത്. ലൈക്ക് ഇത് അവിടുത്തെ പ്രീസ്റ്റ് ഒക്കെ, അവർക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനൊരു കഥ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് ഏത് ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറി എടുക്കാം. നസ്രുദ്ദീൻ ഹോജയുടെ അങ്ങനെ കുറെ മുല്ല കഥകൾ, അങ്ങനെയൊക്കെ കുറെ ഉണ്ടല്ലോ, അങ്ങനെ കുറെ കഥകൾ ഉണ്ടല്ലോ ചരിത്രപരമായിട്ടുള്ളത്, അതെല്ലാം എടുക്കാം. സോ ഇത് നിങ്ങൾക്ക് എടുക്കാം, തന്നെ എഴുതാന്നില്ല. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി അല്ലേ, സംതിങ് റിലേറ്റഡ് വിത്ത് മിത്ത്, നമ്മളുടെ റിലീജിയസ് അങ്ങനെ മിത്ത് റിലേറ്റഡ് കുറെ കഥകളുണ്ടല്ലോ, ലൈക്ക് മഹാഭാരതം, രാമായണം, ബൈബിളിലുള്ളത്, അങ്ങനെ കുറെ നബിയുടെ കുറെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കഥകൾ, നല്ലൊരു മെസ്സേജ് കിട്ടുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. ഹിസ്റ്റോറിക്കൽ കഥകളിലൊക്കെ നല്ലൊരു മെസ്സേജ് ആയിരിക്കും അല്ലെ. തെന്നാലിരാമന്റെ ബുദ്ധിശക്തി, ഒരു പാവപ്പെട്ട മനുഷ്യനെ വേറൊരു എല്ലാരും കൂടെ എന്താ പറയാ കുറ്റക്കാരനാക്കാൻ നോക്കുമ്പോ ആ പാവപ്പെട്ടവൻ രക്ഷിച്ച കഥയാണ് ഞാൻ അതിനകത്ത് എഴുതിയത്. അയാളൊരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു. അപ്പൊ കഥയുടെ പേര് ഹോണസ്റ്റ് മാൻ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് അവിടെ ഒരു ഹോണസ്റ്റിയെ കുറിച്ചുള്ള ഒരു ഇത് കിട്ടുക. നമ്മളല്ലാതെ കുട്ടികളോട് വലിയ ലെക്ചർ അടിക്കുക, നിങ്ങൾ ഭയങ്കര സത്യസന്ധരായിരിക്കണം, കള്ളം പറയരുത് എന്ന് പറയണേക്കാളും നമ്മളൊരു കഥയിലൂടെ കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് മോണ്ടിസോറി മെത്തേഡ്. ഒന്നും ഡയറക്ട്ലി കൊടുക്കുമല്ല, ഇൻഡയറക്ട്ലി നമ്മൾ ത്രൂ സം സ്റ്റോറീസ് ഇത് ചെയ്യുവായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്പാരിസൺ സ്റ്റോറി. ഇത് പലപ്പോഴും കമ്പാരിസൺ സ്റ്റോറിയാണോ ഞാൻ എഴുതി വെച്ചിരുന്നത്? പിക്ചോറിയൽ സ്റ്റോറി. ഞാൻ ആ ഓർഡറിൽ, ഞാൻ എഴുതിയ ഓർഡറിൽ ഞാൻ കമ്പാരിസൺ സ്റ്റോറി എനിക്ക് പെട്ടെന്ന് കിട്ടി, അങ്ങനെ ഞാനെന്തോ അത് എഴുതിയതാണ്. ഓക്കെ, പിക്ചോറിയൽ സ്റ്റോറി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ എന്തോ ചിത്രകഥ പോലത്തെ. യെസ്, അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. രണ്ട് രീതിയിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിട്ടില്ലേ ചില സ്റ്റോറീസില് റാറ്റ്, ക്യാറ്റ്, അങ്ങനെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ റാറ്റ് എന്ന് എഴുതുന്നതിന് പകരം റാറ്റിന്റെ പിക്ചർ, ക്യാറ്റ് എന്ന് എഴുതുന്നതിന് പകരം ക്യാറ്റിന്റെ പിക്ചർ, അങ്ങനെയൊക്കെയുള്ള സ്നേക്കിന് പകരം സ്നേക്കിന്റെ പിക്ചർ, അങ്ങനെ സ്റ്റോറി കണ്ടിട്ടില്ലേ? എന്നിട്ട് അവര് സംസാരിക്കണ പോലെ കോൺവെർസേഷൻ ഇങ്ങനെ മുകളിൽ കൊടുത്തിട്ട് പോലെ. ക്യാറ്റ് ചേസസ് എ റാറ്റ് എന്ന് പറയുമ്പോൾ ക്യാറ്റ് എന്ന് എഴുതുന്നതിന് പകരം ക്യാറ്റിന്റെ പടം വെക്കാം. റീഡ് ചെയ്യുമ്പോ നമ്മള് ക്യാറ്റ് അങ്ങനെയും എഴുതാം, വേറൊരു രീതിയിൽ എഴുതാം. ഞാൻ എഴുതിയത് ഇപ്പൊ പറഞ്ഞ പോലെയല്ല ഞാൻ എഴുതിയത്, പിക്ചോറിയൽ സ്റ്റോറി അന്ന് എടുക്കട്ടെ, ഞാൻ ഏതോ ഒരു ഓർഡറിൽ അത് വെച്ചിട്ട് പിക്ചോറിയൽ സ്റ്റോറി ഞാൻ എഴുതിയത്. ഈ പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം, തന്നെ എഴുതാം, ഇറ്റ്സ് അപ് ടു യു. ഈ പിക്ചോറിയൽ സ്റ്റോറി ഞാൻ എഴുതിയത് എന്റെ കുട്ടികൾ അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഏത് സബ്ജക്റ്റാന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ഇതിലുണ്ടായിരുന്ന ഒരു കഥയായിരുന്നു. അതൊരു ആൻ എൻവിയോൺമെന്റ് സ്റ്റോറി എന്നും പറഞ്ഞിട്ടായിരുന്നു. 4 ഫ്രണ്ട്സും
അവര് 2 monkeysനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ടൈമിൽ അമ്മമാർക്ക് ചിലപ്പോൾ ഈ ബുക്ക് ഫെമിലിയർ ആണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. 2 ചെറിയ മങ്കികളെ 4 ഫ്രണ്ട്സ് കുട്ടികളെ ചേർന്ന് ഹെൽപ്പ് ചെയ്ത കഥയാണ് അത്. അപ്പൊ അതില് കുട്ടികൾക്ക് അനിമൽസിനോടുള്ള ഭയങ്കര കെയറും ലവും ഒക്കെയാണ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ കുട്ടികളിലേക്ക് പെട്ടെന്ന് അത് ഇവരുടെ ബുക്കിലെ സ്റ്റോറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ ഉണ്ടാവും, അതിന്റെ താഴെ 1-2 സെന്റൻസ്. ആ രീതിയിൽ തന്നെ ഞാനും അത് സ്റ്റിച്ച് ചെയ്തു. കണ്ടോ, 4 ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ ഞാൻ ചോദിച്ചേ, ഈ നമ്മളൊരു സ്റ്റോറി എഴുതുമല്ലോ, അപ്പൊ അതിനെ നറേറ്റ് ചെയ്യുമ്പോ അതിന്റെ സൈഡില് അതിന്റെ പിക്ചർ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ, പിന്നെ ഇതിലാണല്ലേ അങ്ങനെ എഴുതണ്ടേ, മോറൽ സ്റ്റോറിയിലല്ല? മോറൽ സ്റ്റോറിയിലല്ല. മോറൽ സ്റ്റോറിയിൽ ആ സ്റ്റോറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒറ്റ പിക്ചർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ സേസ് എ ലോട്ട്. പിക്ചർ ആയിരിക്കണം കൂടുതൽ. സ്റ്റേറ്റ്മെന്റ് അതായത് നമ്മള് സൈഡിൽ എഴുതിയേക്കണേ ഫുൾ ആ പിക്ചർ നോക്കിയ ഡിസ്ക്രിപ്ഷൻ കിട്ടും നമുക്ക്. അങ്ങനെ അതുപോലെ എഴുതണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാം. പിന്നെ ആദ്യം പറഞ്ഞ മെത്തേഡിലും എഴുതാം. ഇനി 2 രീതിയിലും എഴുതി വെക്കണോ, 2 രീതിയിലും എഴുതി വെക്കാം. 2 സ്റ്റോറി ആയിട്ട് എഴുതണോ, അങ്ങനെ എഴുതാം. മറ്റേത് വളരെ സിമ്പിൾ. കുട്ടികളപ്പോ പിക്ചർ കണ്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവരത് പറയും. അത് കുറച്ചുകൂടെ അതിന്റെ ഒരു വേറൊരു വേർഷൻ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ സെന്റൻസുകൾ ഉണ്ട്. മറ്റേല് വേർഡ്സിന് പകരം എല്ലാം നമ്മൾക്ക് കിട്ടാവുന്ന പിക്ചർ എല്ലാമായിരിക്കും നമ്മൾ ഒട്ടിക്കുന്നത്. ക്യാറ്റ്, റാറ്റ്, സ്നേക്ക്, റാബിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഇതായിരുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? പിക്ചോറിയൽ സ്റ്റോറി ക്ലിയർ ആയില്ലേ? അടുത്ത എന്താ പറഞ്ഞിരിക്കണേ? നൊമാഡ് സ്റ്റോറി. ഓക്കെ, നൊമാഡ് സ്റ്റോറി ശരിക്കും നാടോടി കഥകളാണ്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം. ജാപ്പനീസ് നാടോടി കഥയുണ്ട്, ചൈനീസ് ഉണ്ട്, അങ്ങനെ പല പല നാടോടി കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം മുല്ല നസറുദ്ദീൻ, അതൊക്കെ നാടോടി കഥ പോലത്തെയാണ്. സോ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നോക്കി എഴുതാം. അതിനൊരു പിക്ചർ സംഘടിപ്പിച്ചാലും മതി. ഞാൻ അത് സെൽഫ് ക്രിയേറ്റ് ചെയ്യാം, ഉണ്ടാക്കാം. ഞാൻ എഴുതിയ നാടോടിക്കഥയാണോ എന്ന് സംശയമാണ്. നാടോടിയായ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു ഞാൻ എഴുതിയത്. സോ അത് നമുക്ക് നാടോടിക്കഥ എന്ന് പറയാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത് എഴുതി വെച്ചു. അത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അങ്ങനെയും എഴുതാം, ഇങ്ങനെ എഴുതാം. ഞാൻ നൊമാഡായി ജീവിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു ഞാൻ എഴുതിയത്. യെസ്, കൈൻഡ് ഹീര. nomad story. അപ്പം സ്റ്റോറി ഇതായിരുന്നു. ഹീര വാസ് എ nomad girl. She and her parents traveled from one place to another. She carried dried fruits and some medicines in her bags. She sold the things and thus earned money. ഒരു അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പിക്ചറും ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോകുന്ന ഒരു കുട്ടി. 2 പിക്ചറിനനുസരിച്ചാണ് ഞാൻ ആ കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്തത്. ഇത് കണ്ട ഒരു നാടോടി പെൺകുട്ടിയെ പോലെയൊക്കെ തോന്നില്ലേ? 2 സൈഡിലും ബാഗൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ. പിക്ചറിനനുസരിച്ച് അവളുടെ പ്രൊഫഷനാക്കി അങ്ങ് ഡിസ്ക്രൈബ് ചെയ്തു. അങ്ങനെയാണല്ലോ നാടോടികൾ പൊതുവെ അങ്ങനെയാണല്ലോ. അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിറ്റ് അങ്ങനെ അവർ ജീവിക്കും. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കും ഇങ്ങനെ പോകും. അങ്ങനെ after selling all these things, she would return to her parents. They would move to another place. That was their lifestyle. എനിക്കിത് 3 പാരഗ്രാഫ് ആയിട്ടുള്ളത്. One day Hira was going through a village. She felt very thirsty. She saw a house on her way. She went there and there was a lady. She asked for some water. She was a rich lady. She refused to give water and drove away Hira. Hira became so sad, but she didn't feel any anger to that woman. നല്ലൊരു പെൺകുട്ടിയാണ് ഹീര. പക്ഷെ അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തെങ്കിലും അവളുടെ ആ ദേഷ്യം ഒന്നും തോന്നിയില്ല. ഹീര thought like that lady may be in some tension. She moved from there. After selling some of her medicines and dry fruits, ഇതിന്റെ സിമിലർ പല പല കഥകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. After selling some of her medicines and dry fruits, Hira packed her things and returned back. On the way, she had to go in front of that rich lady's house. One pond was there near to that rich lady's house. When Hira reached there, she saw one girl was drowning in the water and the rich lady was crying for help. Hira, without thinking about anything, jumped into the pond.
and carried the girl in her arms. She saved rich lady's daughter. The rich lady was very happy. She hugged Hira and said sorry for what she had done to Hira earlier. She invited Hira to her home. She prepared a feast for Hira and gave her some gifts also. Hira in return gave some dry fruits also. Hira was very happy and she went back to her parents. ഇതായിരുന്നു ഞാൻ എഴുതിയ നാടോടി കഥ. ഇത് നാടോടി കഥ പോലെയാണോ എന്നറിയില്ല, ബട്ട് ഞാനൊരു നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ച് എഴുതി. ഒരു മെസ്സേജ് കുട്ടികൾക്ക് കിട്ടുമായിരിക്കും ഇതിൽ നിന്ന് എന്നൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നൊമാഡ് സ്റ്റോറി നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ആ സ്റ്റോറി നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും നോക്കി എഴുതാം. പിക്ചോറിയൽ സ്റ്റോറി നോക്കി എഴുതാം. നൊമാഡ് സ്റ്റോറി നോക്കി എഴുതാം. ഓക്കെ, ഞാൻ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി പിന്നെ പിക്ചോറിയൽ സ്റ്റോറി ഇതുപോലെ വേറെ അഡാപ്റ്റ് ചെയ്തതാണ്. നൊമാഡ് സ്റ്റോറി തന്നെ എഴുതിയതാ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ സ്റ്റോറി എങ്ങനെ എഴുതണം എന്നുള്ളത്? നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി. എപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ കമ്പാരിസൺ. നമ്മൾ സർവേയിൽ പറയുന്നുണ്ടായിരുന്നു, മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നു, നൈബർ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നു, ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നു, ആ രീതിയിൽ. സോ ഇവിടെ ഞാൻ കമ്പാരിസൺ സ്റ്റോറി എഴുതിയത് 2 ഫ്ലവേഴ്സിന്റെ കമ്പാരിസൺ ആയിരുന്നു കേട്ടോ. 2 ഫ്ലവേഴ്സിന്റെ കമ്പാരിസൺ ആയിരുന്നു. ദാറ്റ് ഈസ് ജാസ്മിൻ ഫ്ലവറും റോസ് ഫ്ലവറും. സ്റ്റോറിയുടെ ഒരു ബ്രീഫിംഗ് പറയാം. ഒരു ഗാർഡനില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതില് ജാസ്മിൻ പ്ലാന്റും ഉണ്ട്, റോസ് പ്ലാന്റും ഉണ്ട്. നിറയെ ജാസ്മിൻ ഫ്ലവേഴ്സ് ഉണ്ട്, റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ ജാസ്മിൻ പ്ലാന്റ് ഭയങ്കര അഹങ്കാരിയായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ സ്വയം വിചാരിച്ചിരുന്നത് ഷീസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, നല്ല മണം, അങ്ങനെ ഗുഡ് ഫ്രാഗ്രൻസ് ഒക്കെയുള്ള ഫ്ലവർ ഞാനാണ് എന്നുള്ളത്. പിന്നെ ആളുകൾ കുറെ ആവശ്യങ്ങൾക്ക്, നല്ല നല്ല ഫങ്ഷൻസിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ ഉപയോഗിക്കാറുണ്ടല്ലോ, മാരേജ് പലതിനും, പൂജകൾക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഒരു അഹങ്കാരം ജാസ്മിൻ ഫ്ലവറിന് ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി ആ ഗാർഡനിൽ നിൽക്കുന്ന മറ്റ് പ്ലാന്റ്സിനെയും ഫ്ലവേഴ്സിനെയും അവൾ എപ്പോഴും കളിയാക്കും. കോർണറിൽ ഒരു റോസ് പ്ലാന്റ് ഉണ്ടായിരുന്നു, നിറയെ റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ജാസ്മിൻ ഫ്ലവർ എപ്പോഴും റോസ് പ്ലാന്റിനെ കളിയാക്കും. എന്ത് പറഞ്ഞിട്ട്? നിനക്ക് നിറയെ മുള്ളാണ്, ആരും നിന്നെ എടുക്കില്ല മുള്ള് കാരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് റോസ് പ്ലാന്റിനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം കുറെ വികൃതികളായ കുട്ടികൾ, അതിനടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു പ്ലേ ഗ്രൗണ്ട്, അവരവിടെ കളിക്കാറുണ്ട്. അപ്പൊ സംഭവം അവരവിടെ കളിച്ചോണ്ടിരുന്ന സമയത്ത് ഈ ഗാർഡനിലേക്ക് അവര് വന്നു. അവിടെ സ്ഥലം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നു, കളിക്കാനായിട്ടുള്ളത്. അപ്പൊ അവര് നോക്കുമ്പോ നിറയെ പൂക്കൾ നിൽക്കുന്നു. കുട്ടികൾ പൊതുവെ പൂക്കൾ കാണുമ്പോൾ അത് പറിക്കാനായിട്ട് നോക്കും. അവര് റോസ് ഫ്ലവറിനെ പ്ലക്ക് ചെയ്യാനായിട്ട് വന്ന സമയത്ത് അതിന്റെ മുള്ളു കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവരത് വിട്ടു. റോസിനെ പറിച്ചെടുത്തില്ല. അതിന് പകരം അവർക്ക് ഈസി ആയിട്ട് പറിക്കാൻ പറ്റിയത് ജാസ്മിൻ ഫ്ലവർ ആയിരുന്നു. അവര് ജാസ്മിൻ ഫ്ലവർ കുറെ വലിച്ചു പറിച്ച് അങ്ങനെ കൊണ്ടുപോയി. സോ അങ്ങനെയപ്പോ ജാസ്മിൻ പ്ലാന്റിന് മനസ്സിലായി ഈ റോസ് പ്ലാന്റിന് തോൺ നേച്ചർ മദർ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ആരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ അവർ അതിന്റെ അഹങ്കാരം മാറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം ജാസ്മിൻ ഫ്ലവർ ഒരു പ്ലാന്റിനെയോ ഫ്ലവേഴ്സിനെയോ ടീസ് ചെയ്തിട്ടില്ലാന്ന് പറയുന്നത്. സോ പ്രൊട്ടക്ഷൻ ഓഫ് മദർ നേച്ചർ ഇതായിരുന്നു സ്റ്റോറിക്ക് കൊടുത്ത കഥ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചു. ജാസ്മിൻ എന്തുകൊണ്ടാ യെല്ലോ ആയിപ്പോയി എന്ന് എനിക്കറിയില്ല. കുട്ടികളാണ് കളർ ചെയ്തത്. ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാൻ പറഞ്ഞു. വൈറ്റ് പേപ്പർ അല്ലേ, ഒരു ഫ്ലവർ ആണെന്ന് കാണിക്കാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആക്കാൻ പറഞ്ഞത്. അപ്പൊ അതല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ലോങ് സ്റ്റോറി. എന്തെങ്കിലും ഒരു കഥ, നീണ്ട ഒരു കഥ എന്ന് മാത്രം. നേരത്തെ കഥകളെല്ലാം 2 പാരഗ്രാഫ്സിൽ നിന്നപ്പോ ഞാൻ ഇതിനെ ഒരു 4 പാരഗ്രാഫ് ആക്കി, അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കഥ എഴുതാം. ഇതിനകത്ത് ഞാൻ എഴുതിയ കഥ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ കുറിച്ച് തന്നെയായിരുന്നു, മീന ആൻഡ് ഹെയർ പെറ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ 2 പിക്ചറാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. പെൺകുട്ടിയുടെ പിക്ചർ അവള് കളിക്കുന്നതും, പിന്നെ നെക്സ്റ്റ് ഇതില് അവളെ പോലെ തന്നെ കിട്ടിയില്ല, അവളുടെ പെറ്റുമായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ. മാം ഇത് നമ്മള് സ്വയം തന്നെ എഴുതുക അല്ലെങ്കിൽ നോക്കി വേറെ ഏതെങ്കിലും
സ്വയം എഴുതണം. നോക്കി എഴുതാൻ പറ്റുന്നത് ഞാൻ പറയാം. ഹിസ്റ്റോറിക്കൽ സ്റ്റോറി, പിക്ചോറിയൽ സ്റ്റോറി, നൊമാഡ് സ്റ്റോറി. പിന്നെ താഴെ വരുന്നുണ്ട്, അതില് 2 എന്തോ താഴെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നോക്കി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞു കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന സ്റ്റോറീസ് ആണ് കേട്ടോ. ഞാനിതൊരു പെൺകുട്ടിയും അവളുടെ പെറ്റും തമ്മിലുള്ള സ്നേഹം, അതിനെക്കുറിച്ചുള്ള ഒരു കഥയായിരുന്നു എഴുതിയത്. ഒരു ലോങ് സ്റ്റോറി. അവൾക്ക് ആ പെറ്റിനെ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നു, പിന്നീട് അത് നഷ്ടപ്പെട്ടു പോകുന്നു, ഒപ്പം ഉണ്ടാകുന്ന വിഷമം, പിന്നീട് വീണ്ടും ആ പെറ്റിനെ തിരിച്ചു കിട്ടുകയാണ് ആ പെറ്റിന്റെ അമ്മയോടുകൂടി, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കഥയായിരുന്നു. നെക്സ്റ്റ് സ്റ്റോറി സോങ്. ഇതും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ എഴുതിയത് ഒരു സിംഗിങ് പാരറ്റിനെ കുറിച്ചാണ്. പാരറ്റ് ഇനീഷ്യലി ഒരു ഫാർമർ അതിനെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്നു. പാരറ്റ് ഭയങ്കര വിഷമമാവുന്നു, കാരണം അവർക്ക് ഫ്രീഡം ആണല്ലോ, എപ്പോഴും മുകളിലേക്ക് പറന്നുയരുക എന്നുള്ളതാണല്ലോ അവരുടെ ഇഷ്ടം, ഫ്രീ ആകുക എന്നുള്ളത്. പക്ഷെ പാരറ്റ് സമ്മതിക്കുന്നില്ല. ലൈക്ക് ഞാൻ ഇതൊന്ന് വായിക്കാം. ഒരു സോങ് പോലെ നമ്മളൊരു സ്റ്റോറി എഴുതണം. Once a farmer got a parrot. He put it in a cage. The parrot sang all the time, "Make me free, make me free. I wish to fly high." The farmer said, "No, no, no. You sang for me." One day, the farmer sleeping under the tree. Then a snake came near to him. The parrot sang, "Wake up, wake up. Snake is coming near to you." Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, "I wish to fly high." ആദ്യം കൂട്ടിക്കിടക്കുന്ന രീതിയും പിന്നെ അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത രീതിയിലും അങ്ങനെ കുട്ടികൾ വരച്ചു തന്ന കേട്ടോ. അങ്ങനെ വരച്ചു. ഓക്കെ, അപ്പൊ സ്റ്റോറി സോങ് അതായിരുന്നു. പിന്നെ സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്, അതല്ലേ അടുത്തത്. അതും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അഡാപ്റ്റ് ചെയ്യാം. നമുക്ക് സയന്റിഫിക് നോളജ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറി. ഞാൻ എഴുതിയ സയന്റിഫിക് സ്റ്റോറി ക്രോയുടെ സ്റ്റോറി എഴുതാൻ പറ്റില്ലേ? സയന്റിഫിക് നോളജ്. യെസ്, യു ക്യാൻ റൈറ്റ്. ഞാൻ എഴുതിയ സയന്റിഫിക് സ്റ്റോറി നമ്മുടെ എക്സ്റേ കണ്ടുപിടിച്ചില്ലേ, റോൺജൻ. അത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മുടെ കുട്ടികൾക്ക്, കാരണം അവര് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് എക്സ്റേ എടുക്കാറുണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ കാണിച്ച് അവരെ അത് പറഞ്ഞു കൊടുക്കാം. റോൺജൻ അത് എന്റെ കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കഥ സ്റ്റോറി ആയിരുന്നു. അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറ്റി, ഇത്രയേ ചെയ്തുള്ളൂ. റോൺജന്റെ ആ ഒരു എക്സ്പെരിമെന്റും അതൊക്കെ വളരെ രസകരമായിട്ട് എഴുതി, സിമ്പിൾ ലാംഗ്വേജിൽ. ഫാദർ ഓഫ് എക്സ്റേ എന്നാണ് അറിയപ്പെടുന്നത് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യം. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. ഞാൻ എഴുതിയത് ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഒരാളെ പറ്റിയല്ല, അതും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ സ്റ്റോറി, പിക്ചോറിയൽ സ്റ്റോറി, നൊമാഡ് സ്റ്റോറി, സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി, പിന്നെ ഗ്രേറ്റ് പീപ്പിൾ, അങ്ങനെ ലെജൻഡ് ആയിട്ടുള്ള ആരെങ്കിലും കുറിച്ചുള്ള സ്റ്റോറി. ഇത്രയും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. നൊമാഡ് സ്റ്റോറി ഒക്കെ തന്നെ എഴുതാൻ പറ്റി തന്നെ എഴുതും, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എഴുതിയതും ഇതും അംബേദ്കറിനെ കുറിച്ചാണ് എഴുതിയത്. കുട്ടികളുടെ മലയാളം ബുക്കിൽ നിന്നുള്ളതായിരുന്നു. അത് എഴുതി 1 ഡ്രോപ്പ് വാട്ടർ എന്നും പറഞ്ഞിട്ട്. അംബേദ്കർ ഒരു ലോ കാസ്റ്റിൽ ജനിച്ച ആളായതുകൊണ്ട് അവിടുത്തെ കിണർ യൂസ് ചെയ്യാനായിട്ട് ആ നാട്ടുകാർ സമ്മതിച്ചില്ല. കുട്ടി പക്ഷെ വരുന്ന വഴിക്ക് ഭയങ്കര ദാഹിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് പോയപ്പം കിണറിൽ തൊട്ടു എന്നും പറഞ്ഞിട്ട് ആൾക്കാർ അവനെ തല്ലാനായിട്ട് വരുമായിരുന്നു. അവൻ ഓടി ഓടി എവിടെയോ ക്ഷീണിച്ചിരുന്നപ്പോ അവൻ മനസ്സിലാവും, ഭയങ്കര വിഷമായി. വളരെ ചെറിയ കുട്ടിയാ. അങ്ങനെ ഭയങ്കര വിഷമായി. ഇങ്ങനെയുള്ള ഒരു അത് ഞാൻ ഇല്ലാതാക്കും എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു ദൃഢനിശ്ചയം അങ്ങനെ അവൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് അങ്ങനെയാണ് അദ്ദേഹം പിൽക്കാലത്ത് ഭയങ്കര വലിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു ശില്പിയായി മാറുവാണല്ലോ.
അവൻ ഭയങ്കര വിഷമം തോന്നിയ ഒരു സംഭവമായിരുന്നു വെള്ളം കുടിക്കാൻ പോയപ്പോ ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, ഈ അൺടച്ചബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ അവനൊരു ഡിസിഷൻ എടുക്കുവാണ്. ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഇത് ക്രൂവൽ ആണ്, ഇൻജസ്റ്റിസ് ആണ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് വിൽ ചേഞ്ച് ഇറ്റ് ഫോർ എവർ എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് അംബേദ്കറിന്റെ കഥയാണ് ഞാൻ എഴുതിയത്. ആ കുട്ടി ഇങ്ങനെ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് വരുമ്പോൾ ആൾക്കാര് വടിയൊക്കെ ആയിട്ട് അവനെ തല്ലാൻ വരുന്നത്. എന്റെ കുട്ടികള് അവര് വരച്ചു തന്നൊരു പടമാണേ. പിന്നെ അംബേദ്കറിന്റെ നമുക്ക് ഫോട്ടോസ് കിട്ടുമല്ലോ, അദ്ദേഹം വലുതായതിനു ശേഷമുള്ള ഫോട്ടോ. പിന്നീടായിരുന്നു അടുത്തത് സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. അനിമൽസിനെ കുറിച്ചും ബേർഡ്സിനെ കുറിച്ചും സ്റ്റോറി, ഇഷ്ടം പോലെ സ്റ്റോറി ഉണ്ടാവും. നമ്മൾ ബാലരമയിലൊക്കെ പല സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു ഇൻസ്പിറേഷനിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എന്തോ 3-4 ഫ്രണ്ട്സിന്റെ അങ്ങനെ എന്തോ കഥയാണ് ക്രിയേറ്റ് ചെയ്തത്. ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞിട്ട് സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്. സോ അതില് ഒരു മാനുണ്ട്, ഒരു ചെറിയ ബേർഡ് ഉണ്ട്, ചെറിയൊരു സ്നേക്ക് ഉണ്ട്. അവര് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു ബേർഡ് ക്രോ ആണ്, ക്രോയും ഡിയറും അവര് ഭയങ്കര കൂട്ടായിരുന്നു. അവര് ഒരു ട്രീയുടെ അടുത്താണ്, ഒരു പോണ്ടിന്റെ അടുത്താണ് ജീവിച്ചിരുന്നത്. അപ്പൊ ഒരു പെട്ടെന്ന് ഒരു മുറിവേറ്റ ഒരു സ്നേക്ക് അവരുടെ മുന്നിൽ വന്ന് വീഴുക. ഏതോ ഒരു വലിയ പക്ഷി ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട് താഴേക്ക് വീണതാണ്. ഈഗിളിന്റെ ക്ലോസിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ആ സ്നേക്കിനെ അവര് ടേക്ക് കെയർ ചെയ്യുന്നു. പിന്നെ അവര് 3 പേരും കൂടെ ഭയങ്കര ഫ്രണ്ട്സ് ആയി മാറുകയാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് എഴുതിയത്. സിമ്പിൾ സ്റ്റോറി. അപ്പൊ 3 പേരുടെ ഇത് കുട്ടികൾ എനിക്ക് വരച്ചു തന്നു. എന്തായിരുന്നു എനി അതർ സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമില് ഒരു സ്റ്റോറി എഴുതാം. ഇത് ഞാൻ കുട്ടികളുടെ സയൻസ് EVS എങ്ങാണ്ടുള്ളൊരു ടെക്സ്റ്റ് എങ്ങാണ്ട് എടുത്ത ഒരു പിക്ചർ എടുത്തു. അത് എങ്ങനെയാണ് എന്താ പറയാ ക്രോപ്സ് ഇതാക്കി ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതെന്നുള്ള അതായിരുന്നു സയൻസ്. അത് ഞാനൊരു കഥയായിട്ട് മാറ്റി എഴുതി. പിക്ചർ മാത്രം അതെടുത്തു, കഥ വേറെ ഉണ്ടാക്കി. ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫാർമർക്ക് നിറയെ അയാള് ഭയങ്കര റിച്ച് ആവുന്നത്, അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് റിച്ച് ആവുന്നതാണ് ഞാൻ എഴുതിയത്. സോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അത് ഇനി അത് സ്റ്റോറി ഈ ഒരു തീം തന്നെ വേണമെന്നില്ല, പക്ഷെ നമ്മൾക്ക് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നെക്സ്റ്റ് നോവൽ, എക്സ്പെഷ്യലി ഫോർ ചിൽഡ്രൻ, സെപ്പറേറ്റഡ് ആസ് ചാപ്റ്റേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് 3 ഇല്ലസ്ട്രേഷൻ ഇൻ ഈ ചാപ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ പിക്ചേഴ്സ്, ഇല്ലസ്ട്രേഷൻ ഉദ്ദേശിക്കുന്ന പിക്ചറാണ്, പറ്റുന്ന പോലെ പിക്ചർ കളക്ട് ചെയ്ത് ചെയ്യാം. ഞാൻ എഴുതിയത് 2 സിബ്ലിങ്സിന്റെ ടിൻസ് ആണ്, ബോയും ഗേളുമാണ്. അവരെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ് എഴുതിയത്. ചാപ്റ്റർ 1 അവരുടെ രീതികള്, അവർ ഭയങ്കരമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് 2 പേരും നല്ലപോലെ പഠിക്കും, പരസ്പരം ഹെൽപ്പ് ചെയ്യും സ്റ്റഡീസില്. അവരെ അമ്മയാണ് സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ കറക്റ്റ് രാവിലെ എണീക്കും. അപ്പൊ കുട്ടികളിലേക്കൊക്കെ ഒരു മെസ്സേജ് ഒക്കെ ഇങ്ങനെ പോവല്ലേ, അവര് റെഡിയാകും, കുറെ സ്കൂളിൽ തിരിച്ചു വന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യും, കളിക്കാനായിട്ട് പോകും, കുളിച്ച് പ്രയർ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവരുടെ ഒരു റൊട്ടീനാണ് ഞാൻ ചാപ്റ്റർ 1 എഴുതിയത്. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പിക്ചർ ഇങ്ങനെ ഒട്ടിക്കുകയും ചെയ്തു, 2 പേരും കൂടി ഇരുന്ന് കഴിക്കുന്ന പോലെ. ചാപ്റ്റർ 2 എഴുതിയത് അവർക്ക് അവധി ദിവസമായിരുന്നു, സാറ്റർഡേ. അങ്ങനെ അവര് കളിക്കുകയായിരുന്നു. അപ്പൊ അമ്മ എന്തോ പീസ് എന്തോ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. ഇവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാക്ക വന്നിട്ട് അത് തട്ടിപ്പറിക്കാനായിട്ട് നോക്കുമ്പോ അങ്ങനെ ചെയ്തപ്പം ഈ പെൺകുട്ടി, റീനു എന്നാണ് പേര് വിട്ടത്, ആ പെൺകുട്ടി പെട്ടെന്ന് പേടിച്ചു പോയി. ആളുടെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും കൈ മുറിഞ്ഞു, ഭയങ്കരമായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ ആ കുട്ടി അൺകോൺഷ്യസ് ആവുന്നു. അപ്പൊ അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ബോയ്ക്ക് ഭയങ്കര ടെൻഷനായി, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ 2 ചാപ്റ്റർ എഴുതിയിട്ടുള്ളൂ. ഓരോ ചാപ്റ്ററിനും ഓരോ ഇല്ലസ്ട്രേഷൻ അല്ലേ പറഞ്ഞു. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ക്യൂർ ആയി. അങ്ങനെ ഒരു നോവൽ. പിന്നെ ഡ്രാമയിൽ എങ്ങനെയാ? സീൻ 1
സീൻ 2 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഡ്രാമയില്. ഡ്രാമയ്ക്ക് ഇല്ലസ്ട്രേഷൻ വേണം, നോ നീഡ്. അപ്പൊ സീൻ 1 സീൻ 2, ഞാൻ എന്റെ ഡ്രാമയില് 4 സീൻസ് ഉണ്ട്. 2 സീൻ വീടാണെങ്കിൽ 2 സീൻ പാർക്കാണ്. ഓക്കെ, ആ രീതിയിലൊരു കുട്ടിയും അവളുടെ പാരന്റ്സും ഒരു പാർക്കിൽ പോകുമ്പോഴുള്ള സംഭവം, അങ്ങനെ ഫസ്റ്റ് ടൈം പാർക്കിൽ പോകുമ്പോഴത്, പിന്നെ സെക്കൻഡ് ടൈം പാർക്കിൽ പോകുമ്പോഴത്, അങ്ങനെയാണ് 2 സീൻ പാർക്കിലും 2 സീൻ വീട്ടിലും വരുന്നത്. അങ്ങനെ ഈ ഡ്രാമ ആവുമ്പോ എങ്ങനെയാ, കോൺവെർസേഷൻ ആണല്ലേ. മദർ, ലുക്ക്, നോ വൺ ഈസ് ഹിയർ ഫോർ ടീന ടു പ്ലേ, ലെറ്റ് us go out somewhere. മദർ പറയുന്നതായിട്ട്. ഫാദർ, where will we go? We are new to this place. Let me call my friends and ask them about any place for hangout. അങ്ങനെ മദർ ടീനോട് പറയുക, ഡിയർ വാട്ട് ആർ യു ഡൂയിങ്? ടീന, മമ്മി ലുക്ക് അറ്റ് മൈ ഡോൾ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. വിൽ യു പ്ലീസ് മേക്ക് സം ബ്യൂട്ടിഫുൾ ഫ്രോക്സ് ഫോർ ഹെയർ? ഐ വാണ്ട് ടു ഡ്രസ് അപ്പ്. നിങ്ങൾക്ക് ഡ്രാമയുടെ കാര്യം മനസ്സിലായില്ലേ? കോൺവെർസേഷൻ ആയിട്ട് തന്നെ നമ്മൾ ഇത് സ്ക്രിപ്റ്റ് പോലെ കോൺവെർസേഷൻ ആയിട്ട് തന്നെ കാണിക്കണം. സീൻ 1 അവരുടെ വീട്ടിലെ കാര്യം, സീൻ 2 അവർ പാർക്കിലേക്ക് പോകുന്നു, സീൻ 3 അഗെയിൻ ഹോം, സീൻ 4 അഗെയിൻ പാർക്ക്. ആ രീതിയിലാണ്. അടുത്ത ദിവസം പാർക്കിൽ പോകുന്നു, വീക്കെൻഡ്സ് ആയപ്പോഴോ അങ്ങനെ എന്തോ പാർക്കിലെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോകുന്നതും, അവിടെ വെച്ച് പ്രായമായ ഒരാളെ കാണുന്നതും, അയാള് ഫസ്റ്റ് ടൈം ചെന്നപ്പോ റൂഡായിട്ട് പെരുമാറിയതും, സെക്കൻഡ് ടൈം പാർക്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പം മഴ ഭയങ്കരമായിട്ട് പെയ്തു, എല്ലാരും ഓടി ഷെൽട്ടറിലേക്ക് കയറുമ്പോ ഇയാൾ പെട്ടെന്ന് എണീറ്റതും ഇയാള് വീഴുവാണ്. ഈ പ്രായമായ ആള് കുട്ടികളെ ചെന്ന് അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. അയാള് കുട്ടികളോട് താങ്ക്സ് പറയുന്ന, അതിന്റെ ഒപ്പം തന്നെ സോറി പറയുന്ന ഒരു സ്റ്റോറി. പിന്നെ മൈമിന് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അതിനും പിക്ചർ വേണ്ട. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനാണ് ഈ ഡ്രാമയും മൈമും. എല്ലാം ഈ പറയുന്ന എല്ലാ സ്റ്റോറീസും കുട്ടികളെ കൊണ്ട് ഇനാക്ട് പ്ലേ പോലെ, റോൾ പ്ലേ പോലെ നമുക്ക് ചെയ്യിക്കാൻ പറ്റിയ നന്നായിരിക്കും. നിങ്ങൾ എല്ലാരും ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്തോ? ഞാൻ പറഞ്ഞു ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് ആരെങ്കിലും 2 പേരെങ്കിലും ക്ലാസ്സിൽ ചെയ്യണം. പറഞ്ഞില്ല അല്ലെ? ഓക്കെ, നമുക്ക് റോൾ പ്ലേ പ്രിപ്പയർ ചെയ്യാം. സോഷ്യൽ ഇഷ്യൂസ്, റിഗാർഡിങ് ദ സോഷ്യൽ ഇഷ്യൂ, അത് കുട്ടികൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ പെട്ടെന്ന്. സോ ഇപ്പൊ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആകാം, നല്ലൊരു മെസ്സേജ് കുട്ടിക്ക് കിട്ടുന്ന രീതിയിൽ ടീച്ചറുടെ കെയർ വരുന്നത്, ഹൈജീൻ അതാവാം, ഹാബിറ്റ്സ് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാകാം. ഇനി അതെല്ലാം വീട്ടില് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ളതാകാം. അപ്പൊ ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾക്ക് ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ക്ലാസ് എങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 3-4 പേർക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇത് ഒരു ക്ലാസ്സില് കുട്ടികളെ റോൾ പ്ലേ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2 പേര് 2 സ്ഥലത്തായിരിക്കുന്നേ, പക്ഷെ അവര് തമ്മിൽ എന്തോ അറിയാൻ തോന്നും. അവര് തമ്മിൽ സംസാരിച്ച് ഇവര് റോൾ പ്ലേക്ക് വേണ്ടി പ്രിപ്പയർ ആയി വന്നു. ഒരാൾ ഒരു സ്ഥലത്ത് വീഡിയോ ഓൺ ചെയ്തു, മറ്റേ മറ്റു സ്ഥലത്ത് വീഡിയോ ഓൺ ചെയ്തു, അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ അതേ പറ്റുള്ളൂ. നിങ്ങൾക്ക് അതല്ല, വീട്ടിൽ ഇനി ആരെങ്കിലും മെമ്പേഴ്സുമായിട്ട് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുമല്ല ഒറ്റയ്ക്ക് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ ഒന്ന് മാറ്റണം. ഇപ്പൊ ടീച്ചറും കുട്ടിയും സംസാരിക്കുവാണെങ്കിൽ ടീച്ചറായിട്ടും നിങ്ങൾ ആക്ട് ചെയ്യണം, കുട്ടിയായിട്ടും ആക്ട് ചെയ്യണം. അമ്മയും കുട്ടിയാണെങ്കിൽ അമ്മയായിട്ടും കുട്ടിയായിട്ടും. ആ രീതിയിൽ നല്ലൊരു മെസ്സേജ് കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ്, ഒരു 3 minutes 4 minutes ഒക്കെ മതിയാവും പ്രസന്റ് ചെയ്യാനായിട്ട്. പ്രിപ്പയർ ചെയ്യുക, എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ആക്ഷൻ സോങ്ങും എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. ആക്ഷൻ സോങ്ങും കാണിക്കണം, റോൾ പ്ലേയും കാണിക്കണം. അതൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ, ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞ, മൈമിന് പ്രത്യേക രീതിയിലുള്ള തീമാണല്ലോ വേണ്ടത്. ഞാൻ എഴുതിയ മൈമിന്റെ ടൈറ്റില് വാല്യൂബിൾ ഗിഫ്റ്റ്. ഒരു പ്യുവർ ഫാമിലി, അവിടെ ഒരു പെൺകുട്ടിയും പാരന്റ്സും, അവളുടെ ബർത്ത്ഡേ വരുവാണ്. അപ്പൊ അവൾ ഭയങ്കരമായിട്ട് ഒരു കുട്ടിയാണ്. ഒക്കെ ഒരു ഡോളാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പാരന്റ്സിനോട്. അവൾ എവിടെയോ ഏതോ ഷോപ്പിൽ കണ്ടുവെച്ച് ഡോള് ഡിമാൻഡ് ചെയ്യുന്നു. പക്ഷെ പാരന്റ്സിന് അത്രയും ഇനഫ് മണി ഇല്ല അത് വാങ്ങാനായിട്ട്. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞു വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാന്ന് പറയുമ്പോൾ കുട്ടി വാശി എടുക്കുകയാണ്. അങ്ങനെ ഡോള് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങ് സങ്കടമായി. അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടമായി. അവള് ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങും, അങ്ങനെയൊക്കെ പോയി കിടക്കും. പാരന്റ്സിന് ഭയങ്കര വിഷമകരം. ഭയങ്കര ലവിങ് ആയിട്ടുള്ള പാരന്റ്സും കുട്ടിയും അതുപോലെ തന്നെ. പക്ഷെ ആ ഒരു ആഗ്രഹം ഇവളുടെ മനസ്സിലുണ്ടായിരുന്നു.
കുട്ടികൾക്ക് സംടൈംസ് അറിയില്ലല്ലോ, ചെറിയ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ബുദ്ധിമുട്ടുകളൊന്നും. അപ്പൊ അമ്മ ഇങ്ങനെ അച്ഛനോട് പറയുവാണ്, നമുക്ക് കോയിൻ ബോക്സ്, പിഗ്ഗി ബാങ്ക് ഉണ്ട്, കോയിൻ ബോക്സ് നമുക്ക് പൊട്ടിക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഞാൻ എന്റെ വാച്ച് വിൽക്കാം, എന്നിട്ട് അവൾക്ക് ആ ഡോള് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇവര് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ കുട്ടി ഉറങ്ങിയിട്ടുണ്ടായില്ലായിരുന്നു, അവള് കേട്ടു. സിമിലർ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ അവിടെ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടാവുമായിരിക്കും. വളരെ സാഡായി, ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയി. അപ്പൊ അവൾ ഓടി വന്ന പാരന്റ്സിനെ ഹാക്ക് ചെയ്തു. അവള് സോറി പറയുകയാണ്, അവരോട് പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട, അവരുടെ ലവ് തന്നെയാണ് വാല്യുബിൾ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻഡ് ചെയ്യുവാണ്. ഇതൊരു മൈം രീതിയിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റുന്നത്. ആ ഒരു രീതിയിൽ ഒരു സ്റ്റോറി എഴുതും. മൈമിലെ എക്സ്പ്രഷൻസ് ആണല്ലോ, ഡയലോഗ്സ് ഇല്ലല്ലോ. അപ്പൊ ആ എക്സ്പ്രഷനിലൂടെ കാണുന്നവർക്ക് മനസ്സിലാകണം ആ സ്റ്റോറി. ആ രീതിയിലുള്ള മൈം ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോറി ഓൾമോസ്റ്റ് മനസ്സിലായി അല്ലെ? ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ റൈമും ഒക്കെ ആയി, സ്റ്റോറിയുമായി. എനിക്ക് തോന്നുന്നു ഞാൻ ഫസിൽസ് ആൻഡ് കിഡ്സ് ആക്ടിവിറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. നമ്മള് ചാപ്റ്റർ അല്ലെങ്കിൽ പുറകിലായി പോകും. സോ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, പാർട്ട് 2 നമ്മളിപ്പോ 7th യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. എഡ്യൂക്കേഷൻ എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്, അത് കട്ടായി പോകുന്നു. ആണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാ? എന്റെ ക്ലിയർ ആവുന്നില്ല? ഇല്ല, എന്റെ നെറ്റ് ഇഷ്യൂ. ഓക്കെ. അപ്പം റെക്കോർഡ് ഇപ്പൊ 2 ഡീറ്റെയിൽസ് നോക്ക്. കിഡ്സ് പസിൽസ് ആൻഡ് അതർ ആക്ടിവിറ്റി ബുക്ക് ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. നമ്മൾ പാർട്ട് 2 ഇപ്പൊ 7th യൂണിറ്റ് ആണ് എടുത്തത്. മൊഡ്യൂൾ 1 പാർട്ട് 2 7th യൂണിറ്റ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതില് ശരണ്യ മാം എവിടെയായിരുന്നു എടുത്തതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാം സൈക്കോളജി വരെ എടുത്തു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാനല്ലേ എടുത്തേ. അശ്വതി മാം ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തു. നീഡ്സും അശ്വതി മാം ഏതാ എടുക്കുന്നത് ഇപ്പൊ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് മെക്കാനിസം എടുത്തല്ലോ അല്ലെ? യെസ് മാം. ഇനി സെക്കൻഡ് പാർട്ടിൽ എടുക്കാൻ ചാപ്റ്റർ ഇല്ല. ഓക്കെ ഫൈൻ. സോ നമ്മൾ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തു. സോ പാർട്ട് 3 നെക്സ്റ്റ് വൺ പാർട്ട് 3 ആണ്. മോണ്ടിസോറി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ് പാർട്ട് 3. പാർട്ട് 3 ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇനി പ്യുവർലി മോണ്ടിസോറി മെത്തേഡിലേക്ക് പോവാണ്. സോ ദർ ഈസ് നോ ടീച്ചർ, ഓൺലി ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ട്രെയിനർ ആൻഡ് ട്രെയിനീസ്. ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്. സോ ദാറ്റ് മീൻസ് യു ഹാവ് ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ആ ഒരു രീതിയിലാണ് പോവാ. So first unit is about no one else. It is about the founder of Montessori method, that is Dr. Maria Montessori. Dr. Maria Montessori പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെല്ലാം കേട്ടിട്ടുണ്ട് മറിയ മോണ്ടിസോറിയെ പറ്റി? ഇപ്പോഴേക്കും ഞാൻ ആ ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ. ഇൻട്രോ ക്ലാസ്സിലൊക്കെ നിങ്ങൾ മറിയ മോണ്ടിസോറിയെ പറ്റി പലതും കേട്ടിട്ടുണ്ടാവും. പിന്നെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പലപ്പോഴും ആരാണ് ഈ മറിയ മോണ്ടിസോറി എന്നൊക്കെ അറിയാനായിട്ടൊരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടോ? അവരാരായിരുന്നു, അവരെന്തായിരുന്നു, അവരെന്തിനാണ് ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മെത്തേഡ് ഡിസൈൻ ചെയ്യാനായിട്ട് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടോ? ഓക്കെ, മോണ്ടിസോറിയുടെ കോഡ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു കോട്ട് പറയാമോ? അതും മറന്നുപോയോ? യെസ് മാം, ഞാൻ പറയാം. പറയൂ. ഒരു മിനിറ്റ് കേട്ടോ. The education of even a small child therefore does not aim at preparing him for school but for life. എഡ്യൂക്കേഷൻ, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന കാര്യങ്ങളിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, അവന്റെ ലൈഫ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. ചെറിയ ഏജിലെ തന്നെ അത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അഡൾട്ട് ആവുമ്പോൾ നമുക്ക് ടെൻഷൻ വേണ്ട എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഹി വിൽ ബി വെരി മച്ച് ഓക്കെ. നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് വരും. സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്, മറിയ മോണ്ടിസോറി പറയുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ 3 years കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂടുകയാണെന്നാണ് പറയുന്നത്.
അപ്പോഴാണ് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും എല്ലാം കൊടുത്ത് എന്തവർക്ക് ആ ഒരു ഏജിൽ കൊടുക്കുന്നു അത് അവരുടെ ഉള്ളിലേക്ക് രജിസ്റ്റർ ആവുകയാണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് രജിസ്റ്റർ ആവും. സോ അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോപ്പർ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമുക്കറിയാം കുട്ടികള് ജനിച്ചു വരുമ്പോൾ അവരിൽ കള്ളങ്ങളൊന്നുമില്ല, വളരെ നിഷ്കളങ്കരാണ്. ബട്ട് കാലങ്ങൾ കഴിയുമ്പോൾ അതിൽ പലരും റേപ്പിസ്റ്റ് ആവുന്നു, ടെററിസ്റ്റ് ആവുന്നു, മർഡർ ആകുന്നു, സൈക്കോപാത്ത് ആവുന്നു, അല്ലെ? പാരന്റ്സിന്റെ രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഉള്ള ജീൻസ് അവരിലേക്ക് വരും. 46 ക്രോമസോം, 23 ഫ്രം മദർ സൈഡ്, 23 ഫ്രം പാരന്റ് സൈഡ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജനറ്റിക്കല. ബട്ട് കുട്ടി വളരുന്ന സാഹചര്യം അവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മറിയം മോണ്ടിസോറി നോക്കിയത്. ആ ഒരു എൻവിയോൺമെന്റ് ശരിയാക്കുവാണെങ്കിൽ വി ക്യാൻ ഡു മെനി തിങ്സ്. എന്റെ അടുത്ത് വന്നൊരു കേസ്, കുട്ടിക്ക് പാരന്റ്സിന്റെ ഭാഗത്ത് ഒട്ടും കെയർ ഇല്ല. +2 പഠിക്കുന്ന ഒരു കുട്ടിയാ, പാരന്റ്സിന്റെ ഭാഗത്ത് പെൺകുട്ടി, ഒറ്റ മോള്. പാരന്റ്സിന്റെ ഭാഗത്ത് ഒട്ടും കെയർ ഇല്ല. പാരന്റ്സ് തമ്മിൽ ഭയങ്കര വഴക്ക്, അവര് തമ്മിൽ ഡിവോഴ്സ് ആവുന്നു. ഡിവോഴ്സായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു പോകുന്നു, അമ്മ രണ്ടാമത് കല്യാണം കഴിക്കുന്നു. മദർ ഈസ് വെരി ഹാപ്പി വിത്ത് ന്യൂ ലൈഫ്. ബട്ട് കുട്ടിക്ക് വേണ്ടുന്ന ടൈം കിട്ടുന്നില്ല, കുട്ടി ബോർഡിങ്ങില്. അപ്പൊ കുട്ടി പറയുന്നത് ആവശ്യമില്ലാത്ത തോട്ട്സ് എന്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ ഏജ് നോക്കുക, ടീനേജ് ആയി, ആവശ്യമില്ലാത്ത തോട്ട്സ് വരുന്നു. ആ സമയത്ത് അവരുടെ ഇമോഷണൽ ബാലൻസ് അതുപോലെ പലതും ടേക്ക് കെയർ ചെയ്യാനായിട്ട് അമ്മയെ പോലെ ഒരാള്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും അങ്ങനെ ഒരാള് ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ആ കുട്ടിക്ക് കോൺഷ്യസ് ആ, അവൾ അതിനെപ്പറ്റി ബോധവതിയാണ്. എനിക്ക് ആവശ്യമില്ലാത്ത തോട്ട്സ് വരുന്നു, ഞാൻ എന്ത് ചെയ്യണം? ആ കുട്ടി ചോദിച്ചു. ശരിക്കും ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, അത് വളർന്നു ജനിച്ചപ്പോ തുടങ്ങി അത് കാണുന്നത് പാരന്റ്സ് തമ്മിലുള്ള ഈ വഴക്കാണ്. അത് കുട്ടി പറയണ നിസ്സാര കാര്യത്തിന് വേണ്ടിയുള്ള വഴക്ക്. അത് ഓർക്കുക, കല്യാണം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് അവർക്ക് ഈ മോൾ ഉണ്ടാകുന്നത്. ശരിക്കും അതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കേണ്ടതിന്റെ പകരം ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ അത് ആ കുട്ടിയുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. പഠിക്കാൻ മിടിക്കുകയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതിനിങ്ങനെ തോട്ട്സ് വരുമ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. അതിന് വരുന്ന തോട്ട്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെ നമുക്ക് ആ ടീനേജിലുള്ള ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കും. ആളൊന്ന് മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പതിവിലും സന്തോഷത്തോടെ വരുന്നതിന് പകരം ഭയങ്കര ഡൗൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ട് അത് ടേക്ക് കെയർ ചെയ്യാനായിട്ട്. ബട്ട് ഇതാരുമില്ലാതെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതൊക്കെയാണ്, ആ എൻവയോൺമെന്റ് ആണ് മാറ്റുന്നത്. മറിയം മോണ്ടിസോറി അതാണ് പറയുന്നത്, അവർക്ക് വളരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കേട്ടിട്ടില്ലേ, അനുകൂലമായ സാഹചര്യങ്ങളിൽ ഏത് വിത്തും മുളയ്ക്കും, വളരും, പുഷ്പിക്കും, കായ്ക്കും എന്നൊക്കെ പറയുന്നത്. സോ ഓക്കെ, മറിയം മോണ്ടിസോറി ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്. ഇഫ് എനിവൺ ഇസ് റെഡി ടു റീഡ് പ്ലീസ് റീഡ്. ഒരു 5 minutes കൂടി ഉള്ളൂ. ആ സമയത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പാർട്ട് 2 ചാപ്റ്റർ 4 തൊട്ട് മുതൽ മോക്ക് ടെസ്റ്റിന്റെ കിട്ടിയിട്ടില്ല അല്ലെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാൻ തന്നിട്ടുണ്ടല്ലോ, അത് ഷെയർ ചെയ്തിരുന്നു. യൂണിറ്റ് 4 ഞാൻ പിന്നെ എടുത്തത് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ്. അതിന്റെ ഇന്നലെയാണല്ലോ ക്ലാസ് കഴിഞ്ഞ്, അത് തരാം, ഇന്ന് ഷെയർ ചെയ്യാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലേ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരണ്യ മിസ് പോകുന്നതിന് മുമ്പ് എടുത്ത ചാപ്റ്റർ ഉണ്ടല്ലോ സൈക്കോളജി, അതിൻ്റെത് പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് വന്നതായിട്ട് കണ്ടിട്ടില്ല. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യലോട് കൂടിയാണ് മാം പോയത്, അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കിട്ടിയതല്ലേ ക്വസ്റ്റ്യൻസ്? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ മറന്നു പോകുന്നതാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻസ് ഗിവൺ എന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. MT4 അത് കിട്ടിയില്ല. ഞാനൊന്ന് കൺഫേം ചെയ്തോളാം, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ പിന്നെയുള്ളത് ഇതല്ലേ, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇന്നലെ കഴിഞ്ഞ ചാപ്റ്റർ, അതും കൊടുക്കാം. സോ മറിയം മോണ്ടിസോറി ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചോളൂ, ഫസ്റ്റ് പാരഗ്രാഫ്. അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. എന്താണെന്ന് അറിയാലോ.
ഞാൻ പറയാവുന്ന ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അവര് ആക്ച്വലി ആദ്യം അവരൊരു ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു അവരുടെ സ്റ്റഡീസ് തുടങ്ങിയത്, ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് പോലെ. പക്ഷെ അതിൽ നിന്ന് മാറി അവർ മെഡിക്കൽ ഫീൽഡിലേക്ക് വരികയാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ എഡ്യൂക്കേഷന് പോകുന്നത് വളരെ റെയർ ആയിരുന്നു. അവര് മെഡിസിന് പഠിക്കുമ്പോൾ അവരുടെ ബാച്ചില് അവര് മാത്രമേ പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ബോയ്സ് ആയിരുന്നു. അപ്പം അവർക്ക് അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. കാരണം മെഡിസിനെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനാറ്റമി സെഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ കോപ്സ്, ഡെഡ് ബോഡീസ് ഉണ്ടാവും. ഡെഡ് ബോഡീസ് പലപ്പോഴും ഫോമലില് മുക്കി വെച്ച് അത് നേക്ഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും. അപ്പൊ ആൺകുട്ടികളുടെ കൂടെ നിന്ന് അങ്ങനെയുള്ള ബോഡി അത് സ്റ്റഡി ചെയ്യുമ്പോൾ അങ്ങനെ കുറെ ചലഞ്ചസ് അവർ അനുഭവിച്ചിരുന്നു. അങ്ങനെ അവര് ഇത് പഠിച്ച് കഴിഞ്ഞപ്പോ അവർക്ക് ചൈൽഡ് ഡെവലപ്മെന്റിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഒരു പീഡിയാട്രിക് ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അവര് പഠിക്കുവാണ് ചെയ്തത്. അത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുകയായിരുന്നു. അവര് കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർക്ക് മനസ്സിലായി കുട്ടികൾ നാച്ചുറലി ആണ് പലതും പഠിക്കുന്നത്, കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നാച്ചുറലി തന്നെ അവർ പഠിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെ പലപ്പോഴും ഈ മറിയ മോണ്ടിസോറിയുടെ കാലത്താണ് ഈ വേൾഡ് വാർ, ലോകമഹായുദ്ധം രണ്ടും നടക്കുന്നത്. ഇവര് നോക്കുമ്പോ ഈ വാർ നടക്കുമ്പോൾ പലപ്പോഴും ഹ്യൂമൻ ലൈഫ് സ്റ്റൈലിനെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. ഇവര് നോക്കിയപ്പോ കുട്ടികളെ അത് കൂടുതലായിട്ട് ബാധിച്ചു. ആളുകൾ വളരെ രീതിയിൽ സഫർ ചെയ്യാൻ തുടങ്ങി. വാർ നടക്കുമ്പോ എന്താണ്, ക്ഷാമം ഉണ്ടാവും അല്ലെ, ഭക്ഷണം കിട്ടാതെ വരും, പലരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാം ഡൗൺ ആയി പോകും. പിന്നെ ഈ പറയുന്ന പോലെ ചില ആളുകൾക്ക്, കുട്ടികൾക്ക് പാരന്റ്സിന് നഷ്ടപ്പെടാം, അങ്ങനെ റിലേറ്റീവ്സ് പലരും നഷ്ടപ്പെടാം. പിന്നെ ഹാൻഡിക്യാപ്ഡായി മാറാം, ഇൻകം സോഴ്സ് വീട്ടിലെ ഇല്ലാണ്ടാകാം. അങ്ങനെയുള്ള രീതിയിലുള്ള പല പ്രശ്നങ്ങളും വാർ കൊണ്ട് നടക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അപ്പൊ വാറില്ലാത്ത പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സന്തോഷമുള്ള ഒരു വേൾഡ് ഉണ്ടാക്കണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് മറിയ മോണ്ടിസോറി ചിന്തിച്ചു. ആ രീതിയിൽ യുദ്ധത്തെ പറ്റി ചിന്തിക്കാത്തൊരു തലമുറയെ വാർത്തെടുക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതിന് അവർ മനസ്സിലാക്കിയത് കുട്ടികളിൽ അത് തുടങ്ങണം. അവരിൽ അതിനനുസരിച്ചുള്ള ഒരു ഇന്റർവെൻഷൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് ആൻഡ് ഹാർമണി ആയിട്ടുള്ള ഒരു ചെറിയ സ്ഥലത്ത് പീസ് ആൻഡ് ഹാർമണി ഉണ്ടാക്കാനല്ല നോക്കിയത്. അവര് ലോകം മുഴുവനും സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാനാണ് നോക്കിയത്. അതിനു വേണ്ടിയിട്ടുള്ള റിസർച്ച് ആയിരുന്നു അവരെ ഈ മോണ്ടിസോറി മെത്തേഡിൽ കൊണ്ടുപോയി എത്തിച്ചത്. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡ് വന്നതെന്നുള്ളത്? എടുത്തു വെച്ച PDF കാണുന്നില്ല, നോക്കുവായിരുന്നു. സോ അങ്ങനെ മോണ്ടിസോറിക്ക് മനസ്സിലായി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഇതൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വേൾഡ് വാർ, 2 വേൾഡ് വാർ സമയത്തും ഇവരുണ്ട്. പലപ്പോഴും സോഷ്യൽ പ്രോബ്ലംസ്, ഭയങ്കര ഒരു ക്രുവലിറ്റി, ദാരിദ്ര്യം ഒക്കെ ഫോം ചെയ്യുവാണ്. അങ്ങനെ വന്നപ്പോ ഒരു ന്യൂ ജനറേഷനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക, വെൽ ബാലൻസ്ഡ് അഡൽട്സ്. അവര് ഈ വേൾഡിനെ ടുവേഴ്സ് പീസിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവരുടെ എയിം അതായിരുന്നു, പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതായിരുന്നു എയിം. അപ്പോ ഓക്കെ, സോ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാമിനെ അറിയില്ല എന്ന് തോന്നുന്നു, ഞാൻ ക്ലാസ്സിലാണ്. എന്നെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വെച്ചാൽ. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ എനിവൺ ഹു ഈസ് റെഡി ടു ഡു സൈൻ ഔട്ട്? Thank you, teacher. Thank you, teacher. Thank you, teacher. Thank you, teacher. Thank you, teacher.